ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടേ. പൊന്നൂസിനെ സ്കൂളിൽ വിടുന്നില്ല, പൊന്നൂസിന് നല്ല പനിയാണ്, പോരാഞ്ഞിട്ട് നല്ല വയറുവേദന ഉണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ലീവാണ്. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ എന്താ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാപ്പി കൊടുത്തിട്ട് നമ്മൾ നേരെ നേട്ടിയുടെ ഹോസ്പിറ്റലിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, യൂറിൻ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പനി നോക്കി, പനി 98 ഡിഗ്രി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാണിച്ചു, ടെസ്റ്റൊക്കെ കഴിഞ്ഞു, നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങി. പിന്നെ എനിക്കൊന്ന് അക്ഷയയിലൊന്ന് പോകണമായിരുന്നു, അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചന്തയിൽ പോയിട്ട് മീൻ വാങ്ങിച്ചു കേട്ടോ. തെരണ്ടി മീനാണ് കേട്ടോ കിട്ടിയത്, തെരണ്ടി തെരച്ചി എന്നൊക്കെ പറയും. മീൻ കിട്ടി, കീര വാങ്ങിച്ചു, വേപ്പില വാങ്ങിച്ചു, പിന്നെ നല്ല നാടൻ തൈര് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ മുളക് തീർന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോറ് വെച്ചത്, അങ്ങനെ അടുപ്പത്തൊട്ട് ചോറും സാമ്പാറുണ്ടായിരുന്നു രാവിലത്തെ, അതൊക്കെ ചൂടാക്കുകയാണ്. പിന്നെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊക്കെ കലക്കി കുടിച്ചു, ഭയങ്കര വെള്ളദാഹമായിരുന്നു. അങ്ങനെ അടുപ്പിൽ ഇതാ കുക്കറിൽ ചോറ് വെക്കുന്നുണ്ട്, പിന്നെ ഇതാ സാമ്പാർ ചൂടാക്കുന്നുണ്ട്, ഇതാ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് താമസിക്കത്തില്ലേ, അതുകൊണ്ട് പിന്നെ വന്നിട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി, ഒരു 2 വിസിലൊക്കെ ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ രാവിലത്തെയാണ് ചൂടാക്കിയത്, അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ട് പൊന്നൂസിന് ഞാൻ ചോറ് കൊടുക്കുകയാണ്. ഇനി ചോറൊക്കെ നിർബന്ധിച്ച് കൊടുത്തിട്ട് വേണം ചുണ്ടറിയ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറ് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിച്ച് ഞാൻ ഇനി പൊന്നൂസിനെ ഉറക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ, സീ യു.